ഹലോ ഗൈസ്, വെൽക്കം ടു സ്ക്രീമിയോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത് ലോക്ക് ഓൺ സ്റ്റേബിലൈസേഷൻ ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കണ്ട ആ വീഡിയോയിലത്തെ പോലെ തന്നെ ഒരു സർട്ടൺ ഒബ്ജക്റ്റിലോട്ട് ലോക്ക് ചെയ്തിട്ടുള്ള സ്റ്റേബിലൈസേഷനാണ് ഈ ലോക്ക്ഡൗണൊക്കെ കയറി വരുന്നത് ലോക്ക് ഓൺ സ്റ്റേബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമുക്ക് ആ വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും, ആ ഒരു ഹെഡ്സെറ്റ് എപ്പോഴും സെൻറ്ററിൽ കോൺസ്റ്റൻ്റ് ആണ്. അല്ലെങ്കിൽ ഒരുമാതിരിപ്പെട്ട എല്ലാ ഇൻസ്റ്റൻസിലും ആ ഹെഡ്സെറ്റ് സെൻറ്ററിൽ കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റിനെ മാത്രം ബേസ് ചെയ്തുകൊണ്ടുള്ള സ്റ്റേബിലൈസേഷനാണ് ഈ ലോക്ക് ഓൺ സ്റ്റേബിലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനുണ്ട്. അതായത് ഡെപ്ത് ഓഫ് ഫീൽഡ് വളരെ കുറവ് മതി. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഡിവൈസ് എന്ന് പറയുന്നത് നൈക്കോൺ D3500 എന്ന് പറയുന്ന ക്യാമാണ്. പിന്നെ അതിൻ്റെ ലെൻസ് യൂസ് ചെയ്തിരിക്കുന്നത് 18-55 ആണ്. പിന്നെ സൂമിങ് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള സൂമിങ്ങിലാണ് എടുത്തിട്ടുള്ളത്. 18mm സൂമിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പർച്ചർ 5.6 ആയിരുന്നു. കാരണം ഡെപ്ത് ഓഫ് ഫീൽഡ് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് യൂസ് ചെയ്തത്. മാത്രമല്ല ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഈ വീഡിയോയ്ക്ക് ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിൻ്റെ ഒരു സ്റ്റേബിലൈസേഷൻ കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ബ്ലാങ്ക് സ്പേസുകളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ സൂം ചെയ്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഒരുപാട് ബാക്ക്ഗ്രൗണ്ട് വേണം. അപ്പോൾ ആ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മുടെ വിഷ്വൽ എടുക്കാൻ. മാത്രമല്ല നമുക്ക് സൂം ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് തന്നെ ഏറ്റവും പോസിബിൾ ആയിട്ടുള്ള റെസൊല്യൂഷൻ ഏതാണോ നിങ്ങളുടെ ഡിവൈസിൽ ആ ഒരു റെസൊല്യൂഷനിൽ തന്നെ നമുക്ക് ഈ വീഡിയോ എടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ നമ്മൾ ഈ ചെയ്തു വെച്ചിരിക്കുന്ന ഈ വീഡിയോനെ നമുക്ക് ആഫ്റ്റർ എഫക്ട്സിലോട്ട് ഇമ്പോർട്ട് ചെയ്യാം. ആഫ്റ്റർ എഫക്ട്സിൽ നമുക്ക് ഒരേ ഒരു ഓപ്ഷനിൽ ചെയ്യാനുള്ളൂ, അതിൻ്റെ മോഷൻ ട്രാക്ക് ചെയ്യുക, അതിനെ സ്റ്റേബിലൈസ് ചെയ്യുക എന്നുള്ളത് മാത്രം. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ സെലക്ട് ആയി വെച്ചുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിൽ ട്രാക്കർ എന്ന് പറയുന്ന ടാബിന് താഴെയായിട്ട് സ്റ്റേബിലൈസ് മോഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വീഡിയോയ്ക്കകത്ത് ഒരു സ്ക്വയർ കേഴ്സർ വരും. ഏത് ഒബ്ജക്റ്റിനെയാണോ നമുക്ക് ആങ്കർ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിന് മേലോട്ട് ഈ ഒരു സ്ക്വയർ കേഴ്സർ പ്ലേസ് ചെയ്യാണ് നമുക്ക് ആദ്യം ചെയ്യേണ്ടത്. അതിനുശേഷം ആ ഒരു കേഴ്സറിനെ റീസൈസ് ചെയ്ത് അത് കറക്റ്റ് ആ ഒരു ഒബ്ജക്റ്റിനെ ഉൾക്കൊള്ളുന്ന രീതിയിലാക്കി മാറ്റണം. പിന്നെ ആ ഒരു ട്രാക്കർ ടാബിൽ തന്നെ ഓപ്ഷൻസ് എന്ന് പറയുന്ന ഒരു ബട്ടൺ കാണാം നമുക്ക്. അപ്പോൾ ആ ഓപ്ഷൻ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിൻഡോ ഓപ്പൺ ആയി വരും. അപ്പോൾ അതിലൊരു ഡ്രോപ്പ് ഡൗൺ മെനു കാണാം. അതിൽ അഡാപ്റ്റ് ഫീച്ചർ എന്ന് പറഞ്ഞിട്ട് ഡിഫോൾട്ടായിട്ട് കിടക്കുന്നത് മാറ്റി സ്റ്റോപ്പ് ട്രാക്കിംഗ് എന്ന് പറയുന്ന ഓപ്ഷനിലോട്ട് അത് മാറ്റണം. അതിനുശേഷം അത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെ ഫോർവേഡ് ട്രാക്കിംഗ് ചെയ്യാം. അപ്പോൾ അത് ഫോർവേഡ് ട്രാക്കിംഗ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് സോഫ്റ്റ്വെയർ തന്നെ അതിൻ്റെ മോഷൻ ട്രാക്ക് ചെയ്തോളും. എവിടെയെങ്കിലും വെച്ച് ട്രാക്കിങ് നിന്ന് പോവുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ കേഴ്സർ വീണ്ടും പഴയ പോലെ തന്നെ ആ ഒബ്ജക്റ്റിന് മേലെ പ്ലേസ് ചെയ്ത് വീണ്ടും ഫോർവേഡ് ട്രാക്കിംഗ് പ്രസ് ചെയ്യുകയാണ് വേണ്ടത്. അങ്ങനെ വീഡിയോ കഴിയുന്ന വരെ ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് ആ വീഡിയോനെ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്കൊരു വിൻഡോ വരും. എക്സ് ആൻഡ് വൈ ആക്സിസിലാണോ ഇത് അപ്ലൈ ചെയ്യേണ്ടത് ചോദിച്ചിട്ട് അത് ഓക്കെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോനെ സ്റ്റേബിലൈസ് ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ആ വീഡിയോ പ്ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാം ആ വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തന്നെ ഓരോ ബ്ലാക്ക് സ്പേസസ് ഒക്കെ വരുന്നുണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾട്ട് പ്രസ് ചെയ്ത് പിടിച്ച് അതിനെ റീസൈസ് ചെയ്യാണ് വേണ്ടത്. അപ്പോൾ അതിനെ കുറച്ചൊക്കെ സൂം ചെയ്ത് വെക്കാം. എന്നിട്ടും പോവാത്ത ബ്ലാക്ക് സ്പേസസ് ഉണ്ട് വെച്ചാൽ നമുക്ക് പിന്നെ നമ്മൾ പ്രീമിയറിലിട്ട് പോസ്റ്റ് പ്രോസസ്സിങ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മുകളിൽ നിന്നും താഴത്തുനിന്നും ക്രോപ്പ് ആഡ് ചെയ്തുകൊണ്ട് തന്നെ അതിനെ മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ അത്രേ ഉള്ളൂ ഈ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നൊരു എഫക്റ്റാണിത്. പിന്നെ ഈ ഒരു എഫക്റ്റ് നമുക്ക് ഡാൻസ് വീഡിയോസിലും മറ്റൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഡാൻസ് വീഡിയോസിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും നന്നായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത് ആ ഒരാളുടെ ഫേസ് ആയിരിക്കും. റീൽസ് വീഡിയോസിലൊക്കെ നമ്മൾ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കില്ല ഈ ഒരു എഫക്റ്റ് ഇങ്ങനെയാണ് എന്നുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ ഇതുപോലുള്ള കൂടുതൽ ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ ഈ ഒരു പേജ് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.